ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ചിപ്പി ജി നായർ. എൻ്റെ ഫസ്റ്റ് ബ്ലോഗാണ്. എൻ്റെ വീട് ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രത്തിനടുത്താണ്. ഇന്ന് ശാർക്കരയിലെ അശ്വത് മഹോത്സവമാണ്. അങ്ങനെ ഞങ്ങൾ മോളും കൂടി ബസ് സ്റ്റോപ്പിൽ കയറി ഇങ്ങനെ പോവാണ്. പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയായി വന്നിരിക്കുകയാണ്. ബസ്സിൽ കയറി ബസ്സിലേക്ക് ഇന്ന് പോവുകയാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിറയൻകീഴ് വെച്ചിട്ട് അമ്മ ജോയിൻ ചെയ്തു. അതിനുശേഷം ഇത് റെയിൽവേ സ്റ്റേഷനാണ്. 2 ട്രെയിൻ ഒരുമിച്ച് വരുന്നതാണ്. വന്നു, അതൊക്കെ കണ്ടു, ഒരുമിച്ചൊക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ക്രോസ് ചെയ്ത് അടുത്ത അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിൽ പറമ്പിലൊക്കെ എല്ലാമൊക്കെ കണ്ടു. പിന്നെ മെയിൻ എൻട്രൻസ് അമ്പലത്തിനടുത്തോട്ട് പോവുകയാണ്. അതാണ് നമ്മുടെ അമ്പലത്തിലെ ആർച്ച്. ഇപ്രാവശ്യം DJ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിതാ പോവുകയാണ്. പിന്നെ ഇവിടെ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ കാണുന്നതാണ് റൈഡ് വയ്ക്കുന്ന സ്ഥലം. പിന്നെ നമ്മളിതാ റൈഡിൽ ഈ വള്ളം, അതാണ് ഇന്നൊരു ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇന്ന് വളരെ ടേസ്റ്റ് ഉണ്ട്. അമ്മ ഇതുവരെയും ഒരു റൈഡിലും കയറിയിട്ടില്ല. അതാ കാവടി തുള്ളി പോവുകയാണ് റൈഡിൽ കയറാനായിട്ട്. അങ്ങനെ റൈഡിൽ കയറാൻ ഇങ്ങനെ ഇതാ പോവുകയാണ്. ഇനിയാണ് ഏറ്റവും വലിയൊരു ടെസ്റ്റ്. ഇവിടെ നമ്മൾ ഏറ്റവും അങ്ങ് മുറ്റത്ത് തന്നെ കയറി ഇരുന്നിട്ടുണ്ട്. ഇരുന്ന് സെറ്റായി ഇരിക്കുകയാണ്. അങ്ങനെ ആയൊക്കെ കാണിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ നിന്ന് എല്ലാ റൈഡ്സും കാണാം. ജെയിൻ വീല്, പിന്നെ സ്പിന്നിങ് വീൽ, അങ്ങനെ എന്തൊക്കെ കുറേ ഐറ്റംസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പേസ് ഗൺ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിങ്ങനെ പോവാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാറായി. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മളങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഗൈസ്. അതിനപ്പുറം എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം സ്റ്റാർട്ടായി തുടങ്ങി. ഓക്കെ, സ്പീഡ് കൂടിയപ്പോൾ അമ്മ ഓഫായിപ്പോയി ഗൈസ്. പിന്നെ ബാക്കി എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അടുത്ത് എങ്ങനെയെങ്കിലും ആ ചേട്ടനോട് പറഞ്ഞ് നിർത്തി അടുത്ത റൈഡിലോട്ട് പോയി. ഇതിൽ നമ്മൾ എല്ലാ വർഷവും പോകുമ്പോൾ ദിയെ കയറ്റുന്നതാണ്. ഇതിലൊക്കെ കുറച്ച് നേരം കളിക്കാനായിട്ടൊക്കെ കുറച്ച് നേരം അതിലൊക്കെ കളിക്കാൻ ഒക്കെ ചെയ്തു. കളിച്ചു. അങ്ങനെ കയറി കുറേ കുട്ടികളുണ്ടായിരുന്നു. കുട്ടികൾ കയറി ഇറങ്ങത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടിയ എല്ലാ കുട്ടികളെയും ഇറക്കി. പിന്നെ നമ്മൾ അമ്മയ്ക്ക്